ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, വാലന്റൈൻസ് ഡേ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വിചിന്തനം നമ്മൾ നടത്തുന്നത് നല്ലതായിരിക്കും. ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാരണം തന്നെ ഒരമ്മയുടെ നാവിൽ നിന്ന് വന്ന ചില വാക്കുകളാണ്. ഇനി അവരുടെ നെഞ്ചിൽ അവർ കൊണ്ടു നടന്ന ചില വേദനയാണ്. വാലന്റൈനിൽ കുന്തളിച്ചാൽ ശിശുദിനത്തിൽ പ്രസവിക്കാൻ പറ്റും. കറക്റ്റായിട്ട് അത് ക്രമീകരിച്ചിരിക്കുന്നത് വാലന്റൈൻ ഫെബ്രുവരി 14, പിന്നെ 9 മാസം കഴിയുമ്പോൾ നവംബർ 14 ശിശുദിനം. അമ്മ വേദനയോടെ പറഞ്ഞാണ്, എൻ്റെ മകള് വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാവുകയോ പ്രസവിക്കുകയോ ചെയ്താൽ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകാവുന്ന ആ നാണക്കേട് അതെപ്പോഴും ഭയപ്പെട്ടാണ് ഞാൻ ജീവിക്കുക. മകളുടെ സംസാരവും പെരുമാറ്റവും അവളുടെ നടപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അമ്മയ്ക്ക് ഇതുപോലെ ഒരു ആകുല ചിന്ത അവരുടെ മനസ്സിൽ വന്നത്. ഇനി പ്രത്യേകിച്ച് ഈ വാലന്റൈനുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവൾ പങ്കുവെച്ചതും അവളിങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രകളും സന്ദർശനങ്ങളും അതെല്ലാം കൂടെ ചേർത്താണ് ഈ അമ്മ പറഞ്ഞത്, ഉറപ്പായിട്ടും അവൾ ഗർഭിണിയായി കാണണം. അവള് ശിശുദിനത്തിൽ പ്രസവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അബോർഷൻ നടത്തിയതുണ്ടാവും. ഒരു അമ്മയുടെ ആശങ്ക. മകളെ അടുത്തറിയാവുന്ന അമ്മ പറയാണ്, അവളുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവള് ഗർഭം ധരിക്കാൻ പോലും സാധ്യത, ഇനി അതിനുശേഷം അങ്ങനെയെങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ അവള് അബോർഷൻ നടത്താൻ പോലും മടി കാണിക്കില്ല എന്ന് ഏറ്റുപറഞ്ഞ ഒരമ്മയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ തീരാ ദുഃഖത്തിലിരിക്കുന്ന മാതാപിതാക്കള്, അതുപോലെ തന്നെ വീണ്ടും വിചാരമില്ലാതെ ചാടി പുറപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്ന യൗവനക്കാരെ നമ്മളൊന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വാലന്റൈൻ. ഈ വാലന്റൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആഘോഷങ്ങൾ, ഇത് അശുദ്ധിക്ക് വേണ്ടിയുള്ളതാണോ? വാലന്റൈൻ വേണം നമുക്ക് വിശുദ്ധമായിട്ട് ആഘോഷിക്കാം, നല്ല രീതിയിൽ പരിശുദ്ധമായിട്ട് അതിനെ കാണാം, അങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരവസരമാക്കി ഇതിനെ മാറ്റിയാൽ നമ്മുടെയൊക്കെ വിളി മറന്ന് നാം ജീവിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കേണ്ടി വരും. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതെന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എല്ലാം ഉള്ള ദൈവത്തിൻ്റെ ഒരു ഹിതം, ഒരു നിയോഗം എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. ആ വിളി മറന്ന് നമ്മൾ ഒരു ദിവസവും, വാലന്റൈൻ ഡേ മാത്രമല്ല, ഒരു ദിവസവും നമ്മൾ പെരുമാറരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസസ് 1:4 നമുക്കെല്ലാം പരിചയമല്ലേ? ദൈവത്തിൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അതാണ് നമ്മുടെ വിളി, അതാണ് കർത്താവിൻ്റെ വചനം പറയുക. ആ വിശുദ്ധ ജീവിതം വിട്ടിട്ടല്ല നമ്മൾ ഈ ലോകത്ത് സുഖിക്കാൻ പോവുക, അതല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പോവുക. നമ്മുടെ വിശുദ്ധ ജീവിതം, വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വിളി, അത് മറന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. എഫേസസ് 5:3 മുതൽ വായിച്ചാൽ കൂടുതൽ ശക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. വ്യഭിചാരത്തിൻ്റെയോ യാതൊരുവിധ അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. അപ്പം ഇന്ന് ഇങ്ങനെയുള്ള ആഘോഷങ്ങളുടെ പേരും പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ ഈ വചനവുമായി ചേർന്ന് പോകുമോ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വ്യഭിചാരത്തിൻ്റെയോ യാതൊരുവിധ അശുദ്ധിയുടെയോ അത്യാഗ്രഹത്തിൻ്റെയോ പേര് പോലും നിങ്ങളുടെ ഇടയിൽ കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ നിങ്ങൾ വ്യാപരിക്കണം, ജീവിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പത്രോസിലെ പറയുന്നുണ്ട്, നമ്മളെ വിളിച്ച ദൈവം പരിശുദ്ധനാണ്. ആ ദൈവം നമ്മളെ വിളിക്കുന്നത് പരിശുദ്ധരായിരിക്കാനാണ്. ആ ദൈവത്തെ പോലെ വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായ നമ്മൾ. എഫേസസ് 4:5-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിയാത്ത വിജാതീയരാണ് കാമവികാരങ്ങൾക്ക് തങ്ങളെ തന്നെ അടിമപ്പെടുത്തുക. ദൈവത്തെ അറിഞ്ഞ ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ പറ്റത്തില്ല, കാമവികാരങ്ങൾക്ക് അടിമകളാകുക. വാലന്റൈൻസ് ഡേ ആണെങ്കിലും ഏത് ദിവസമാണെന്ന് പറഞ്ഞാലും ഒരു ക്രിസ്ത്യാനി കാമവികാരങ്ങൾക്ക് അടിമയാകരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഒരുപക്ഷെ പല ചെറുപ്പക്കാരുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു ചിന്താഗതിയാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുക, കന്യാത്വം, വെർജിനിറ്റി. എന്തിനു കൊള്ളാം? ചിലരുടെ കാഴ്ചപ്പാടതാണ്. അതൊക്കെ എന്തിനു കൊള്ളാം? ഇനി അതേക്കുറിച്ചൊന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കും. അതല്ലാതെ നിങ്ങളീ പറയുന്ന വേദവാക്യവും അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 1 കൊറിന്തോസ്
2:14 വായിച്ചാൽ ലൗകിക മനുഷ്യർക്ക്, ജഡിക മനുഷ്യർക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് അവർക്ക് സ്വീകാര്യമാകത്തില്ല. അത് അവര് ഭോഷത്വമായിട്ട് കണക്കാക്കും എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കാ 1:27 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവദൂതൻ അയക്കപ്പെട്ടു. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്നു. ആ സമയത്ത് മറിയം ഏതവസ്ഥയിലായിരുന്നു? കന്യകയായിരുന്നു. അവിടെ കന്യാത്വം നഷ്ടപ്പെട്ടില്ല. ഇന്ന് വിവാഹ ജീവിതത്തിന് സമയമാകുമ്പോൾ ജീവിത പങ്കാളിക്ക് സമർപ്പിക്കാൻ എത്ര പേർക്ക് കന്യാത്വം ഉണ്ടാകും എന്നുള്ളത് നാം സംശയിക്കേണ്ട കാര്യമാണ്. കന്യാത്വം, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ത്രീ അവരെ കെട്ടുന്ന ഭർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം എന്ന് പറയുന്നത് അവരുടെ കന്യാത്വമാണ്. ഈ മറിയത്തിന്റെ കാര്യത്തിൽ അവൾ കന്യകയായിരുന്നു. ജീവിത വിശുദ്ധിക്ക് അവൾ പ്രാധാന്യം കൽപ്പിച്ചു. അതുകൊണ്ടാണ് ആ സമയത്തും കന്യാത്വം അവൾക്ക് ഉണ്ടായിരുന്നത്. പ്രഭാഷകൻ 26:22 എടുത്താൽ ഈ ലൗകികമായിട്ട് ജഡികമായി ചിന്തിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ്. അപ്പൊ ഈ ജീവിത വിശുദ്ധി അതൊക്കെ മറന്ന് വേശ്യാവൃത്തിയിലും അശുദ്ധിയിലും വ്യാപരിക്കുന്നവർക്ക് അവരുടെ വില തുപ്പലിനേക്കാൾ വിലകെട്ടതാണ് എന്നുള്ളത് കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുക. എസെക്കിയേൽ 24:13 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുതരം ക്ലാവ് പിടിച്ച അവസ്ഥയെക്കുറിച്ച്. കർത്താവ് പറയാണ്, ഇസ്രായേലെ, ഈ ക്ലാവ് ഒന്ന് ഉരുക്കാൻ ഞാൻ നോക്കിയിട്ട് ഉരുകുന്നില്ല. ഏതാണ് ഈ ക്ലാവ്? ഭോഗാസക്തി. ഭോഗാസക്തിയുടെ, ജഡികാസക്തിയുടെ ക്ലാവ്. ആ ക്ലാവ് പിടിച്ചവരെ സംബന്ധിച്ചിടത്തോളം വാലന്റൈൻസ് ഡേ വിശുദ്ധമായിട്ട് ആചരിക്കാൻ അവർക്ക് പറ്റിയെന്ന് വരത്തില്ല. അശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകാനുള്ള ഒരു കാര്യമായിട്ട് അതിനെ എടുത്തെന്ന് വരും. 2 ദിനവൃത്താന്തം 16:9 പഠിപ്പിക്കുന്നുണ്ട്, കർത്താവിൻ്റെ കണ്ണുകൾ ആരെ കാണാൻ ഇഷ്ടപ്പെടുന്നു? തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുന്നവര്. അങ്ങനെ ഒരാളെ കണ്ടാൽ ദൈവം അവരുടെ മുമ്പിൽ തൻ്റെ ശക്തി പ്രകടമാക്കും, അവരെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. എസെക്കിയേൽ 43:12 വായിച്ചാൽ ആലയ നിയമം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. ആലയത്തിൻ്റെ ഉള്ളും പരിസര പ്രദേശങ്ങളും വിശുദ്ധമായിരിക്കണം. സങ്കീർത്തനം 93:5 വചനം, ആലയത്തിന് യോജിച്ചത് പരിശുദ്ധിയാണ്, അശുദ്ധിയല്ല. 1 കൊരിന്ത്യർ 6:19, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ആലയം നശിപ്പിച്ചാൽ അവരെ ദൈവം നശിപ്പിക്കുമെന്ന് 1 കൊരിന്ത്യർ 3:17 പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അവസാനമായിട്ട് ചില വിശുദ്ധരെ കുറിച്ച് ചിന്തിച്ചാൽ, കന്യാത്വം കവരാൻ അനുവദിക്കാതിരുന്ന വിശുദ്ധരുണ്ട്. അതിന് പകരം അവർ പറഞ്ഞു, ഞങ്ങൾ മരിക്കാൻ റെഡിയാണ്. ഇനി മരിയ വരെത്തി 12 വയസ്സാകുന്നതേ ഉള്ളൂ, എൻ്റെ കന്യാത്വം കളഞ്ഞിട്ട് എനിക്ക് ജീവിക്കണ്ട, അതിൽ ഭേദം ഞാൻ മരിക്കാം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അഗത. അവളുടെ ബ്രസ്റ്റ് മുറിച്ചു മാറ്റിയിട്ടും ചരലിട്ട് ഉരുട്ടിയിട്ടും അവളെ പാപത്തിന് അല്ലെങ്കിൽ കന്യാത്വം നഷ്ടപ്പെടുത്താൻ അവൾ മനസ്സ് കാണിച്ചില്ല. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, ആഗ്നസ് തലവെട്ടി മാറ്റുമെന്ന് വന്നിട്ട് പോലും കന്യാത്വം ഉപേക്ഷിക്കാതെ അതിന് വില കൽപ്പിച്ച് ജീവിച്ച ഒരു കന്യകയാണ് വിശുദ്ധ ആഗ്നസ്. ഇവരിൽ നിന്നെല്ലാം നല്ല പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ നിങ്ങൾക്കറിയാവുന്ന മറ്റു വ്യക്തികളുടെയോ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നിറവേറ്റി തരുന്നു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.